പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൽഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ വീഡിയോയിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടന വ്യത്യാസം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കട്ടെ. മുഖവരകളൊന്നും കൂടാതെ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇതിനു മുൻപ് വീഡിയോയിൽ ഇട്ടായിരുന്നു ബൈബിളിലെ ഒന്നാമത്തെ സ്തുതി അത് എവിടെയാണെന്ന് ചോദിച്ചു. പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും യഥാർത്ഥവണ്ണം ഒരു മറുപടി കിട്ടാത്തത് കൊണ്ടും ആ യഥാർത്ഥ സ്തുതി എന്താണെന്നും ഒന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്നു. വലിയൊരു പവർഫുൾ മെസ്സേജോ ഒന്നുമല്ല. ചില ചിന്തകൾ ദൈവവചനാടിസ്ഥാനത്തിലും അതോടൊക്കെ ചരിത്രപരമായും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് മെയിനായിട്ട് സ്തുതിയാണെങ്കിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവും ബൈബിളിലെ ഒന്നാമത്തെ സ്തുതി, ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് ദി ഹെവൻസ് എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു. കൊരിന്ത്യർക്കെതിരെ 2:12 വാക്യം വായിക്കുമ്പോൾ അവിടെയും കാണുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിൽ ഒരുവനെ അറിയുന്നു, മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്നുള്ളൊരു പദം അവിടെ കിടക്കുന്നു. സ്വർഗാദി സ്വർഗമെന്നുണ്ട്, 3 സ്വർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ വായിച്ച ചിന്താ വിഷയത്തിലേക്ക് ഓടി വരാം. ആദിയിൽ ദൈവം, ദ ബിഗിനിങ്, ആകാശങ്ങളെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ചനന്തരം കുറേ വാക്യങ്ങളുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. ഏകദേശം ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11:26 മുതൽ ഉള്ള ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അബ്രാമിൻ്റെ വിളിയടക്കം ഏകദേശം 2500 വർഷത്തെ ഗ്യാപ്പ് കിടക്കുക ഇതിനകത്ത്. ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്, 2500 വർഷത്തെ ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ആദിയിൽ ദൈവം ആകാശങ്ങളെ സൃഷ്ടിച്ചു. ഒന്നാമത്തെ സ്തുതിയിലേക്ക് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഇത് ഇരുന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ കേൾക്കണം. ഒന്നാമത്തെ സ്തുതി പറഞ്ഞ് ഞാൻ ദൈവവചന അടിസ്ഥാനത്തിൽ ആകാശങ്ങളെക്കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു. യോബിൻ്റെ പുസ്തകം 38:4 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദൈവം ആദിയിൽ ആകാശങ്ങളെ സൃഷ്ടിച്ചനന്തരം ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ 38:6 പറയുന്നു, യോബിൻ്റെ പുസ്തകം 38 4 മുതൽ 7 വരെയുള്ള വാക്യം നിങ്ങൾ വായിക്കണം. ഒന്നാമത്തെ സ്തുതി അവിടെയാണ് കിടക്കുന്നത്. 6 വാക്യത്തിൽ പറയുന്നു, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും
ദൈവപുത്രന്മാരെല്ലാവരും ചേർന്ന് സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. കാരണം ഇയ്യോബിൻ്റെ പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും തമ്മിൽ സമകാലിക പുസ്തകം തന്നെയാണ്. ഒന്നാമത്തെ സ്തുതി എവിടെയാണെന്നറിയാലോ, ഇയ്യോബിൻ്റെ പുസ്തകം 38:6. അതിൻ്റെ 4 മുതൽ 7 വരെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ 7-ാം വാക്യം പറയുന്നു, ഭൂമിയുടെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു. അപ്പോൾ ഞാൻ ആദിയിൽ എന്നുള്ള പദത്തിലേക്ക്, ആകാശങ്ങളിൽ എന്നുള്ള പദത്തിലേക്ക് ഞാനൊന്ന് ഓടിപ്പോവുകയാണ്. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ ഉൽപ്പത്തി 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ, 11:26 മുതൽ ഉള്ള ഭാഗങ്ങളിലേക്ക് 12 അധ്യായം വരെ വരുമ്പോൾ 2500 വർഷത്തെ ഗ്യാപ്പ് കിടപ്പുണ്ടെന്ന് അത് ആദ്യം മനസ്സിലായിക്കോണം. അങ്ങനെ തിരുവചനാടിസ്ഥാനത്തിൽ ചില ചിന്തകൾ ഓടിച്ചു പറഞ്ഞ് 150 സങ്കീർത്തനം 1-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവൻ. ഉണ്ടോ? അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവിൻ. എല്ലാത്തിൻ്റെ ചിന്തകൾ ആകാശത്തെക്കുറിച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. 150 സങ്കീർത്തനത്തിലാണ് നാം ഈ വായിച്ചത്. അടുത്തതായിട്ട് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16:26, യഹോവയോ ആകാശത്തെ ചമച്ചവൻ എന്നൊരു പദം കിടപ്പുണ്ട് അവിടെ. ആകാശത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. സങ്കീർത്തനം 8:1 പറയുന്നു, ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. സങ്കീർത്തനം 19:1 പറയുന്നു, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇവിടെയൊക്കെ നിന്നും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കമ്പി വാചകം പോലെ വായിച്ചു പോകുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ലാസ്റ്റിൽ പറയാം. പിന്നെ ഈ സങ്കീർത്തനം 8:3 പറയുന്നു, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ, മർത്തിനെ ഓർക്കേണ്ടതിന് എന്ത് മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ 8:3 നിങ്ങൾ വായിച്ചു നോക്കണം. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ എന്നുള്ളൊരു പദം അവിടെ കിടക്കുന്നു. 102-ാം സങ്കീർത്തനം 25-ാം വാക്യം, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അല്ലാതെ വേറെ ആരും അവിടെ ചെന്ന് ഹെൽപ്പ് ചെയ്തതൊന്നും അല്ല. അപ്പോൾ അത് ഇനിയുണ്ട് വാക്യങ്ങൾ. സദൃശവാക്യം 8:27, അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 8-ാം അധ്യായം ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് പറയുന്നത്. ഞാനവിടെ വിനോദിച്ചു കൊണ്ടിരുന്നു. സൃഷ്ടി നടത്തുമ്പോൾ എബ്രായർ 1-ാം അധ്യായം കൂടെ ചേർന്ന് 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അറിയാം അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നെന്നുള്ള ഒരു കാര്യം അറിയാം. അപ്പോൾ ഇത് വലിയ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുന്ന. അടുത്ത് അതാണ് സദൃശവാക്യം 8:20, അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ. അപ്പോൾ ആകാശത്തെ വിരിച്ചെന്നുണ്ട്, ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. യെശയ്യാ 40:12, ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ചെയ്യുന്നവൻ. ചാണുകൊണ്ട് 40:22 യെശയ്യാ 40:22 പറയുന്നു, അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വിരിക്കുന്നത് പോലെ ആകാശത്തെ വിരിച്ചു. വളരെ ശ്രദ്ധിച്ചോണേ. നമുക്ക് വായിക്കാനും പഠിക്കാനും കുറേ കാര്യങ്ങളുണ്ട്.
യെശയ്യാ പ്രവചനം 42:5 പറയുന്നു, ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും എന്നുള്ളൊരു പദം അവിടെ കിടക്കുന്നു. 45:12 പറയുന്നു, എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഉണ്ടോ? അതിലെ സകല സൈന്യത്തെയും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി ലാസ്റ്റിൽ ഞാനൊരു ചെറിയൊരു മെസ്സേജായിട്ട് തന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവത്തിന് കേട്ടോ 45:22 വരുമ്പോൾ 42:5 അടുത്ത് 45 എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു. വേറെ ആരും ഇല്ലെന്ന്, വേറെ ഇവിടുത്തെ വലിയ പുള്ളികളാരും ഇല്ലെന്ന്. അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഇനി നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻ ദി ഹെവൻസ് എന്ന്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച കാര്യമൊക്കെ നമുക്കത് അറിയാം. അപ്പം ഞാൻ ഈ ആകാശത്തെക്കുറിച്ച് മാത്രം ചില ചിന്തകൾ പറയാൻ താല്പര്യപ്പെടുക. അപ്പോൾ ഈ ആകാശത്തെ മെയിനായിട്ട് ദൈവം ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്നൊരു പദത്തിലേക്ക് പോകാം. ആകാശങ്ങളെ വിരിച്ചതിനനന്തരം സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, ഈ പറഞ്ഞതെല്ലാം ആകാശങ്ങൾ വിരിച്ചതും ആകാശം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. യേശുക്രിസ്തുവാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, പ്രപഞ്ചം സൃഷ്ടിച്ചത്. വേറെ ആരും സൃഷ്ടിച്ചില്ല. അവിടെ ഞാൻ തന്നെ എന്നാണ് പദം. ഞാനെന്ന് പറയുന്ന പുറപ്പാട് 3, 12, 13, 14 വാക്യം. ഞാനാകുന്നവൻ ഞാനാകുന്നു. അയാം ഹു അയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നരുളി ചെയ്ത കർത്താവാണ്. ആദിയിൽ ദൈവത്തോട് കൂടെ ഇരുന്നവനാണ്. ശില്പശാലയിൽ വെച്ച് ആ നല്ല തച്ചൻ ഇതിനെല്ലാം പണിതത്. പെരുന്തച്ഛനെന്നുണ്ട്, തച്ചനെന്നുണ്ട്. ഇത് മഹാപെരുന്തച്ഛനാ ഞങ്ങളുടെ ദൈവം. നമ്മൾ പ്രസംഗിക്കുന്നത് മഹാദൈവമാണ്. അപ്പോൾ ഈ ആകാശങ്ങളെ, ഈ പറഞ്ഞ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആകാശങ്ങളെ വിരിച്ചതിനനന്തരം എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. 147 സങ്കീർത്തനം 4 വാക്യം. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്കൊക്കെയും പേർ വിളിക്കുന്നു. കണ്ടോ? അവൻ നക്ഷത്രങ്ങളെ എണ്ണുക. അപ്പോൾ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ ചരിത്രപരമായി നമ്മൾ പോയാൽ ആകാശമണ്ഡലങ്ങളിൽ 1000 കോടിയിലധികം നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ട്. ചരിത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞ ഇവിടെ ദൈവം എണ്ണുന്നതാണ്. മനുഷ്യരുടെ നഗ്ന നേത്രങ്ങൾക്ക് എത്ര എണ്ണാൻ കഴിയും, എത്രയാണുണ്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. എന്നാലും അവരുടെ ഭാഷയിൽ അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ 1000 കോടിയിലധികം നക്ഷത്രമുള്ള ഗാലക്സി, 1000 കോടിയിലധികം ഗാലക്സികളുള്ള നക്ഷത്ര സമൂഹങ്ങളുണ്ട്. അത് ഒരു ഗാലക്സി എന്ന് പറയുന്നത് 200,000 കോടിയിലധികം നക്ഷത്രങ്ങൾ വീതമുണ്ട്. ഒരു ഗാലക്സിയിൽ 200,000 കോടിയിലധികം നക്ഷത്രങ്ങൾ വീതമുണ്ടെന്നാണ്. ബാക്കി നിങ്ങൾ കണക്ക് കൂട്ടിയാണ്, മൊബൈലിൽ കണക്ക് കൂട്ടിയാണ്. 1000 കോടി ഇൻറ്റു 200,000 കോടി. വിഷയത്തിലേക്ക് ഞാൻ വരാം. ഇതിൻ്റെയൊക്കെ എണ്ണം നോക്കുന്നു സർവശക്തനായ ദൈവം ആകാശങ്ങളെ വിരിച്ച ശേഷം.
ഇതിൻ്റെയൊക്കെ എണ്ണം ഒന്ന് നോക്കി. എണ്ണം നോക്കിയിട്ട് എല്ലാത്തിനും പേർ വിളിച്ചു. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം നിങ്ങൾ പഠിക്കുമ്പോൾ അറിയാം. 1-ാം ലേഖനം 15-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നക്ഷത്രങ്ങളുടെയും തേജസ് വേറെ, സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ. ഓരോന്നിനും അതതിൻ്റെ പ്രകാശം കൊടുത്ത് അതതിനെ ഭ്രമണപഥത്തിൽ നിർത്തി അതിങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെല്ലാം പേർ വിളിക്കുമ്പോൾ, അപ്പൊ പേരിട്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ദൈവസൃഷ്ടിയിൽ എല്ലാത്തിനും ജീവനുണ്ടെന്നുള്ളതാണ്. ദൈവം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിപ്പാൻ, ചലിക്കാൻ. സൃഷ്ടി ആദിയിൽ എന്ന് പറയുന്നത് ആർക്കും ഇതുവരെ പറയാൻ പറ്റുന്നില്ല. എപ്പോഴാണ് ആദിയിൽ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റുന്നില്ല. എൻ്റെ ഭാഷ പറഞ്ഞ അനാദി നിത്യത മുതൽ അനന്ത നിത്യത വരെ അതേ പറയാൻ പറ്റുന്നുള്ളൂ. അനാദി നിത്യതയിലെ പദ്ധതിയാ ഈ ആകാശങ്ങളെ വിരിക്കുകയും മാത്രവുമല്ല 1000 കോടിയിലധികം ഗാലക്സികളുള്ള നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിക്കുകയും അതിനൊക്കെയും പേർ വിളിക്കുന്ന ഒരു ദൈവം. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. വിഷയത്തിലേക്ക് ഞാൻ വരാം. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ അനന്ത വിസ്മൃതമായ ആകാശത്തിൽ രാത്രിയിൽ തെളിഞ്ഞു വരുന്ന ദീപസമൂഹങ്ങളെ പോലെ കാണപ്പെടുന്നു ഈ നക്ഷത്രങ്ങൾ. മനസ്സിലായല്ലോ? അനന്തവിസ്മൃതമായ ആകാശത്തിൽ രാത്രിയിൽ തെളിഞ്ഞു വരുന്ന ദീപസമൂഹങ്ങളെ പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഈ ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ എണ്ണം നോക്കി എല്ലാത്തിനും പേർ വിളിച്ചു. അതതിൻ്റെ ഭ്രമണപഥത്തിൽ നിർത്തി ഓരോന്നിനും. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 15-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അത് ഇല്ലാതെ അധ്യായം വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, 15-ന്റെ 10 മുതൽ അങ്ങോട്ട് വായിച്ചാൽ മതി. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്ര തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തമ്മിൽ തേജസ് വേറെ. ഇങ്ങനെ വ്യത്യസ്ത നിലവാരത്തിൽ അപ്പോസ്തലനായ പൗലോസ് വെളിപ്പാടിൽ കാണുകയാണ്. യെശയ്യാപ്രവചനം 45:12 എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു. വീണ്ടും പറയുക, അതിലെ സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണെങ്കിലും എടുത്തു പറയുകയാണ്. എൻ്റെ കൈ തന്നെ വിരിച്ചു, എൻ്റെ ഏകവചനം. ഞാൻ തന്നെ യഹോവ. യേശുക്രിസ്തുവിനെ യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ട്. സക്കറിയ പ്രവചനം 14:7-8, യെശയ്യാ പ്രവചനം 40:3 മുതൽ 5 വരെ വായിക്കുമ്പോൾ അവിടെയും പറയുന്നത് യഹോവ. യേശുക്രിസ്തുവിനെയാണ് അത് പറയുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് തൃത്വം. ഇവർ മൂവർ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഒന്ന്. ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. 6 നമുക്ക് വേണ്ടി പോകും, നാം നമ്മുടെ സ്വരൂപത്തിൽ എന്നൊക്കെ പറയുമ്പോൾ ഇതിലെല്ലാം തൃത്വം എന്നൊരു വാക്കില്ലെന്നുള്ളതേ, വചനം ഇല്ലെന്നുള്ള, തൃത്വം എന്ന് പറഞ്ഞ് ഒരു വചനം ഇല്ലെന്നുള്ളതേ ഉള്ളൂ. തൃത്വത്തിന് ഒരുപാട് വാക്യങ്ങളുണ്ട്. വെളിപ്പാട് പുസ്തകം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. നമ്മളെ തർക്ക വിഷയത്തിനല്ല, നമ്മൾ പഠനത്തിന് വേണ്ടിയാണ്. എനിക്കുള്ള അറിവ് അനുസരിച്ച് തിരുവചന 66 പുസ്തകത്തിനകത്തുനിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, വിഷയത്തിലേക്ക്. അപ്പോൾ അവിടെ 45:12 ഒന്നുകൂടെ എടുത്ത് പറയും, എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു.
അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. അപ്പോൾ ആകാശത്തിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഭൂമിയുടെ കാര്യത്തിലേക്ക് അടുത്ത വീഡിയോയിലിടാം. എല്ലാം കൂടെ നിങ്ങൾക്ക് ഓടൂല. അടുത്തെഴുതിയിരിക്കുന്ന ഒരു പദമാണ് തൻ്റെ 150 സങ്കീർത്തനം 1 വാക്യം. ഒന്നുകൂടെ വായിച്ചാൽ, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിനെന്ന്. അപ്പോൾ നോക്കണം, ഒന്ന്, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ് എത്ര കൂട്ടം കാര്യം നടന്നു? ആകാശങ്ങൾ എന്നുള്ള പദത്തിൽ ഉൽപ്പത്തി 1:1 എൻ്റെ വചനധ്യാനമനുസരിച്ച് എനിക്ക് ദൈവാത്മാവ് തന്ന അറിവിനനുസരിച്ച് അവരവർക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണമെന്നല്ലേ. അപ്പോൾ എന്നെക്കാളും അറിവും പാണ്ഡിത്യം ഉള്ളവരായി കേൾക്കുന്നത്. അപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ അതുകൊണ്ടാണ് ഈ ദൈവവചന തെളിവ് തരുന്നത്. അപ്പോൾ ഒന്ന്, ആകാശത്തെ വിരിച്ചു. 2, പ്രഭാത നക്ഷത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അനന്തവിസ്മൃതമായ, ഞാൻ നേരത്തെ 2 പ്രാവശ്യം പറഞ്ഞു, ഇനിയും പറയണ്ടല്ലോ. ഈ ആകാശത്തിൽ രാത്രിയിൽ തെളിഞ്ഞു വരുന്ന ദീപസമൂഹങ്ങളെ പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഈ ഗാലക്സികൾ എന്ന് പറയുന്നത്. അപ്പോൾ അനന്തവിസ്മൃതമായ ആകാശത്തെ ദൈവം സൃഷ്ടിച്ചു. 2, നക്ഷത്രങ്ങളെ ദൈവം സൃഷ്ടിച്ചു. 3, ഇവർക്കൊക്കെയും പേർ വിളിച്ചു. 4, അതതിന് പ്രകാശം കൊടുത്ത് അതതിൻ്റെ ഭ്രമണപഥത്തിൽ നിർത്തി അവരവരെ ഏൽപ്പിച്ച ദൗത്യം അവരവർ ഈ നക്ഷത്രക്കൂട്ടങ്ങളായ ഗാലക്സികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൻ ചലിക്കാൻ പറയുന്നത് പോലെ അന്ന് തൊട്ട് ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ഇങ്ങോട്ടൊന്നൊരു ചലനവും ഒരു ചാട്ടവും ഓട്ടമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇങ്ങോട്ട് വന്ന ഉടനെ അവർ പറയും, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണമെന്ന് ചോദിക്കും. കുറേ നാൾ കഴിയുമ്പോൾ പറയും, വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിക്കൊള്ളുന്നു. ഒരു 40 വർഷമൊക്കെ ആകുമ്പോൾ, 40-45 വർഷമൊക്കെ ആകുമ്പോൾ പാടും, ഈ ജീവിതം ഇന്നും ശരിയായിട്ടില്ലല്ലോ, ജീവിപ്പിക്കും പരനേന്ന്. ഇതാണ് നമ്മൾ. പക്ഷെ നക്ഷത്ര ഗാലക്സികൾ അങ്ങനല്ല. ഗാലക്സികളുടെ കൂട്ടം. ഇവർ സർവശക്തന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് പറയുന്ന അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് സൃഷ്ടിച്ചത് എന്നാണോ അന്നു മുതൽ ഇന്ന് വരെയും അതതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും യൂദായുടെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വക്രഗതിയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും വെളിപ്പാടി കാണുന്നു. അതൊരിക്കൽ ഞാൻ വീഡിയോയിൽ ഇട്ടെന്ന് തോന്നുന്നു. വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ അതെങ്ങനെയാണ്? ഈ വെളിച്ചം ഉള്ള നക്ഷത്രങ്ങൾ വക്രഗതിയായി മാറി എന്നുള്ളതാണ്. ആത്മീയ അർത്ഥത്തിൽ നമുക്ക് വേറെ എടുക്കാം. യൂദായുടെ ലേഖനം ഇടിച്ചൊരു ലേഖനം തന്നെ, 25 വാക്യം ഉള്ളെങ്കിലും 66 പുസ്തകം വാറ്റിയെടുത്താൽ അതിൻ്റെ എസൻസ് ആണെന്ന് ഞാൻ പല വീഡിയോയിലും ഇട്ടിട്ടുണ്ട്.
ബൈബിൾ മുഴുവനായി 25 വാക്യത്തിൽ അടങ്ങി. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ചിന്താവിഷയത്തില. അപ്പോൾ നമ്മെ ഏൽപ്പിച്ച ഒരു ദൗത്യം, എനിക്കതാണ് ദൂത്. ഈ ഈ ആകാശമണ്ഡലത്തിൽ നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ച് അതതിൻ്റെ ഭ്രമണപഥത്തിൽ നിർത്തി അവർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, മീൻസ് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അവരെ പേർ ചൊല്ലി വിളിച്ചവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം, ആ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം. അതാണ് എൻ്റെ ചിന്താവിഷയം. നമ്മെ ഏൽപ്പിച്ച ദൗത്യം നാം ചെയ്യാറുണ്ടോ? നാം നിൽക്കേണ്ടിടത്ത് തന്നെയാണോ നിൽക്കുന്നത്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നത് ആണത്വമല്ല, നിൽക്കേണ്ട ഇടത്ത് നിൽക്കുന്നതാണ് ആണത്വം എന്ന് പറയുന്നത്. നിൽക്കുന്നിടത്ത് നിൽക്കുന്നത് ആണത്വമല്ല, അതിന് പറയുന്നത് അടിമത്വം എന്നാണ്. നിൽക്കേണ്ടിടത്ത് നിൽക്കുന്നതാണ് ആണത്വം. നിൽക്കേണ്ടിടത്ത് നിൽക്കണം. ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇത്രയും മില്യൺ കോടി ഗാലക്സികൾ, മില്യൺ, ബില്യൺ, ട്രില്യൺ എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ ഇത്രയും കോടി 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 നക്ഷത്ര സമൂഹങ്ങളെ ആകാശമണ്ഡലത്തിൽ നിർത്തിയിരിക്കുക. നമ്മൾ സന്ധ്യയ്ക്കൊക്കെ നോക്കുമ്പോൾ ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുന്ന ഒരു പ്രകാശം പോലെ മാത്രമേ കാണുന്നുള്ളൂ. ചിന്താവിഷയത്തിലേക്ക് ഓടി വരാം. അങ്ങനെ ഇതിനെല്ലാം സൃഷ്ടിച്ചു. അപ്പോൾ ഇതിനകത്താരൊക്കെ വന്നു? സകല സൈന്യത്തെയും സൃഷ്ടിച്ചു, ആകാശവിധാനത്തെ വിരിച്ചു, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു, അവർക്കൊക്കെയും പേർ വിളിച്ചു, അവരവർക്ക് വേണ്ടതായ സകല കാര്യങ്ങൾ ചെയ്ത് അതതിൻ്റെ ഭ്രമണപഥത്തിൽ നിർത്തി അവർക്ക് കൊടുക്കേണ്ട പ്രകാശം ദൈവം കൊടുത്തു കഴിഞ്ഞു. ആകാശത്ത് തേജസ് വിരിച്ചിരിക്കുന്നതൊക്കെ കണ്ടോ? തേജസ്സ. ഞാൻ ആ ഭാഗത്തേക്ക് വിടുന്നില്ല, ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആ ഭാഗത്തേക്ക് പോയാൽ വളരെ തേജസ്, ആകാശത്ത് തേജസ് വിരിച്ചിരിക്കുന്നു. മനുഷ്യനെ അതുപോലെ തന്നെ ബഹുമാനവും തേജസ്സും അണിഞ്ഞിരിക്കുന്നതാണ്. സങ്കീർത്തനം 8:1 മുതൽ 5 വരെ വായിച്ചാൽ മതി, അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു? അതാണ് ഈ ആകാശങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം. നമ്മളെങ്ങനെയാണെന്നറിയാം? 31 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സേലയാണെങ്കിൽ സേല, അതിവിടെ ചേർത്തങ്ങടിച്ചോളൂ. പണ്ടൊരാൾ പറഞ്ഞതുപോലെ ദൈവം ഫറവോനെ സൈന്യത്തെ മുക്കിക്കളഞ്ഞത് സേല എന്ന് വായിച്ചതുപോലെ. അപ്പോൾ അതുകൊണ്ട് കുത്ത്, കുണുക്ക്, കോമ, ചുറ്റിക്കെട്ട്, പുള്ളി ഇതെല്ലാം ഉണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, മത്തായി 5:18-19, ആകാശവും ഭൂമിയും മാറിപ്പോകുവോളം, എൻ്റെ പക്ഷപ്പന ഉപദേശിമാരും മാറിപ്പോകുവോളം ഈ ന്യായപ്രമാണ വാക്യങ്ങളിൽ നിന്ന്, ജീവനുള്ള വചനത്തിൽ നിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരരുത്. എന്താ വള്ളി? അപ്പോ വള്ളി, പള്ളി തന്നെ എടുക്കാം. വള്ളിയില്ലെങ്കിലോ? അപ്പോൾ അതാണ് കാര്യം. പള്ളയായില്ലേ? അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളാണ്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അത് കർത്താവ് പറഞ്ഞ പള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം. എൻ്റെ ഭാഷ പറഞ്ഞ കുത്ത്, കുടുക്ക്, കോമ, ചുറ്റിക്കെട്ട്, പുള്ളി, ഒന്നിനും വ്യത്യാസം. സേല, ഒന്നിനും ഒരു വ്യത്യാസം വരാൻ പാടില്ല.
കോമ, അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ശേഷം, അനന്തരം, ഇങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് ചിന്താവിഷയത്തിലേക്ക് ഞാൻ ഓടി വരാം. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഈ ആകാശങ്ങളെക്കുറിച്ച് മാത്രം, ആകാശങ്ങളെ, ആകാശത്തിലെ സൃഷ്ടി, അങ്ങനെ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ച് യെശയ്യാപ്രവചനം 45:12 നമ്മൾ വായിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെ ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഒരിക്കൽ യേശു പറഞ്ഞൊരു പദമുണ്ട്, എന്നെ രക്ഷിക്കണമെങ്കിൽ 12 ലഗ്യോനിലും അധികം, 12 ലഗ്യോനിലും അധികം ദൂതന്മാരിപ്പോൾ എനിക്ക് ഇറക്കാൻ പറ്റും യുദ്ധം ചെയ്യാനാണെങ്കിൽ. ഇതല്ല കർത്താവിൻ്റെ പദ്ധതി. യുദ്ധം ചെയ്യാനല്ല വന്ന്, പാപത്തിൽ കിടക്കുന്നവനെ നേരായ പാതയിലേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷ ഏൽപ്പിക്കാനാണ്. കർത്താവിൻ്റെ നാമത്തെ ജനം ഉയർത്തണം. അതുകൊണ്ടാണ് ഈ മനുഷ്യ പുഴുക്കളുടെ ഇടയിലേക്ക് എൻ്റെ സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നത്. അപ്പോൾ അതവിടെ വിടുക. അപ്പോൾ ഇതെല്ലാം ആയേ. അപ്പോൾ ആകാശമായി, നക്ഷത്ര ഗാലക്സികളായി എല്ലാത്തിനെയും അതതിൻ്റെ ഭ്രമണപഥത്തിൽ നിർത്തി അതതിന് പ്രകാശം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പേർ ചൊല്ലി വിളിച്ചു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് സകല സൈന്യത്തെയും കൽപ്പിച്ചാക്കി. യെശയ്യാ 45:12. അതാ 3 സ്വർഗം എന്നാണ്. ലൂസിഫർ ഇരുന്ന സ്വർഗത്തിലാണ്. എസ്കേൽ പ്രവചനം 28:12 മുതൽ 16 വരെ, യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 16-17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുണ്ട്. അനോദയപുത്രനായ ശുക്ര, ഈ ശുക്രൻ അവിടെയായിരുന്നു. ശുക്രൻ അവിടെ ഇരുന്നപ്പോൾ ശുക്രന് ഒരു വേവലാതി, ദൈവത്തോളാകണമെന്ന്, ദൈവത്തെക്കാൾ അത്യുന്നതിനോട് എനിക്ക് സമനാകണം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ ബഹുന്നതങ്ങളിൽ കയറും. ദൈവത്തിൻ്റെ പേരെന്ന് പറയുന്നത് അയാഹുവയാന്ന. ദൈവം 2 പ്രാവശ്യം പറഞ്ഞപ്പോഴും ക്ഷമിച്ചു, ഞാനെന്ന് പറഞ്ഞപ്പോൾ. 3-മതും ഞാനെന്ന് പറഞ്ഞു. അവസാനം 4-മതും ഞാനെന്ന് പറഞ്ഞ് ഒറ്റ വെട്ടി കൊടുത്തു. മനസ്സിലായില്ലേ? ഞാൻ എന്ന് പറഞ്ഞ് 4 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒറ്റ വെട്ടി. അതാ ലൂക്കോസ് 10:18 പറയുന്നത്, അവൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വെട്ടേറ്റ് വീഴുന്നത് ഞാൻ കണ്ടു. യേശുക്രിസ്തു പറയുക, മിന്നൽ പോലെ ആകാശത്തുനിന്ന്. എസ്കേൽ 14-ാം അധ്യായം 28-ാം അധ്യായം, യെശയ്യാ 14-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം നമുക്ക്. 14:12 മുതൽ 2. അപ്പോൾ അങ്ങനെ അടുത്താണ് ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒരു ക്രമീകരണം വരുത്തി. ദൈവത്തിന് ഇതൊന്നും വേണ്ട, അല്ല ഞാനങ്ങ് പറയുക. ദൈവത്തിന് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒരുപാട് സമയം വേണ്ട. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സകലത്തെ ഉളവാക്കിയ അവൻ. ദൈവത്തിന് ഇത്രയും സമയമൊന്നും വേണ്ട. ഈ 2500 വർഷം ഗ്യാപ്പുണ്ടെന്ന് പറഞ്ഞാൽ അത്രയൊന്നും വേണ്ട ഇതെല്ലാം സൃഷ്ടിക്കാൻ. ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഇനിയും പറയാൻ. ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ വരുമ്പോൾ എത്ര കാര്യങ്ങൾ കിടപ്പുണ്ട് അവിടെ. ഞാൻ ഈ ആകാശങ്ങളെക്കുറിച്ച് മാത്രം. അപ്പോൾ അതിന് ശേഷമാണ് ബൈബിളിലെ എൻ്റെ ചിന്താവിഷയം മനസ്സിലായല്ലോ. 66 പുസ്തകങ്ങളിലെ 1-ാമത്തെ സ്തുതിയാണ്. സ്തുതിയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും കാര്യം, ഈ ആകാശമണ്ഡലത്തിലെ കാര്യങ്ങളെല്ലാം എടുത്തത്. അപ്പം അങ്ങനെയെല്ലാം സൃഷ്ടിച്ച് ദൈവം എല്ലാത്തിനെയും അതിൻ്റെ ഭ്രമണപഥത്തിൽ നിർത്തിയതിനന്തരം അടുത്ത ഭൂമിയിലേക്ക് തിരിഞ്ഞു. ഭൂമിയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഇടുന്നെങ്കിലും പറയാം. 1-ാമത്തെ സ്തുതി അവിടെയാണല്ലോ. അത് അയ്യോബിൻ്റെ പുസ്തകം നമ്മൾ തുടക്കത്തിലെ വായിച്ച 38-ന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ.
അവിടെ നോക്കിയാണ് അതിൻ്റെ 6-ാം വാക്യം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും 45:12 സകല സൈന്യങ്ങളും അവിടെ എഴുതിക്കുന്ന ദൈവപുത്രന്മാരെന്നാണ്, ദൂതന്മാരാണ്. ദൈവപുത്രന്മാരെല്ലാവരും സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. 7-ാം വാക്യം യോബിൻ്റെ പുസ്തകം 38:7. ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് അവിടെയാണ്. ഭൂമിയെക്കുറിച്ച് അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. ഞാൻ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വേദനയിലും ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രാർത്ഥിക്കുക. ഒരു വാക്കേ പ്രാർത്ഥിച്ചോളൂ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. യാക്കോബ് 3:10 പറയുന്നത് പോലെ, 10:11 പറയുന്നു, ഒരു വായിൽ നിന്ന് കയ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളം പുറപ്പെടുമോ എന്ന് ചോദിച്ചുകൊണ്ട് 3-4 കൂട്ടം കാര്യം അവിടെ പറയുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രയും ആകാശമണ്ഡലത്തിൽ ദൈവം സൃഷ്ടിച്ച അതേ മഹാദൈവം യേശുക്രിസ്തുവിനെ യഥാർത്ഥവണ്ണം നമ്മൾ അറിയണമെങ്കിൽ, ദൈവത്തെ അറിയണമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഇതൊക്കെ പേടി തോന്നുന്നു. ഇതിലേതെങ്കിലും ഒരെണ്ണം തമ്മിലൊന്ന് കൂട്ടിമുട്ടിയാലോ, ഇത് ഏതെങ്കിലും തമ്മിലൊന്ന് കൂട്ടിമുട്ടിയാലോ ഉള്ള അവസ്ഥ നോക്കിക്കേ. അതുകൊണ്ട് അവരെല്ലാം ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അതതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് കറങ്ങുമ്പോൾ നമുക്ക് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ ചെയ്യാം. ഈ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും കൊടുത്തുകൊണ്ട് നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയൻ പാർക്കുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മകൾ കൊടുത്തവരെയും മാനിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലവർഷക്കെടുതികളെല്ലാം മാറ്റി ബുദ്ധിമുട്ടിലും ഭാരത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. രോഗികളായിരിക്കുന്നവർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ അനേകർ ഭാരപ്പെടുന്നു. കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാത്ത അനേകർ ഭാരപ്പെടുന്നു. എല്ലാവർക്കും അതതിൻ്റെ സമയത്ത് സഭാപ്രസംഗം 3:11 പറയുന്നത് പോലെ ദൈവം അതതിൻ്റെ സമയത്ത് സകലവും നന്നായി ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി, ഭരണാധികാരികളെ എല്ലാവരെയും 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി, ഭരണാധികാരികൾക്കായി സ്തോത്രം ചെയ്ത് രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഡോക്ടർമാർ, നഴ്സുമാർ മാത്രവുമല്ല പിതാവേ, ജഡ്ജിമാർ, വക്കീലന്മാർ നീതി ന്യായം നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നീതി ന്യായങ്ങൾ നടത്തട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കടഭാരത്തിൽ മുന്നോട്ട് പോകുവാൻ നിവൃത്തിയില്ലാത്ത അനേകരുണ്ട്. അവരോട് കരുണ കാണിക്കണം, മനസ്സറിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന
വ്യക്തി ജീവിതങ്ങളുണ്ടപ്പ. അവരോട് കരുണ കാണിക്കണമേ എന്ന് അടിയൻ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിട്ടുപോയ സകല വിഷയത്തെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. തിരുവചനത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കുവാൻ, ആകാശങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുവാൻ, തിരുവെഴുത്തുകളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഒന്നാമത്തെ സ്തുതി എന്താണെന്ന്, എപ്പോഴാണ് സ്തുതി നടന്നതെന്ന് ബൈബിളിൽ തെളിയിച്ചു കൊടുക്കുവാനിടയായി. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വം കൊടുക്കുന്നതാണ് സ്തുതി എന്നുള്ളത് മനസ്സിലായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ദൈവം ഇടയാക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അതിനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. ദൈവവചനം എല്ലാവരുടെയും ജീവിതത്തിൽ, വചനം കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. ഒരു മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ആൾ. അവണ്ടല്ലേ ദൈവം എല്ലാവരും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.